ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റെസിപ്പി വീഡിയോ അല്ല, ചെറിയൊരു വ്ലോഗ് വീഡിയോ ആണ്. നമ്മുടെ ലുലുവിൽ വേൾഡ് ഫുഡ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം നടന്നത് മദിന സെയ്ദ് ഷോപ്പിലാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അന്നത്തെ നമ്മുടെ ഗസ്റ്റ് എന്ന് പറയുന്നത് ഫേമസ് യൂട്യൂബറായ നമ്മുടെ ഫിറോസ് കെയാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ പറ്റി, പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ അതിൻ്റെ എല്ലാ വീഡിയോസും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയൊരു വ്ലോഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞങ്ങളവിടെ എത്തിയ സമയത്ത് അവിടെ ഫിലിപ്പിനോസിൻ്റെ കുക്കിംഗ് കോമ്പറ്റീഷൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ ഓൾറെഡി നമ്മൾ ഫുഡ് കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് അത് പ്രസൻറ്റ് ചെയ്താൽ മതിയായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തിരുന്നു. ഫുഡൊക്കെ നല്ല രസമായിരുന്നു. ഓരോ ഫുഡും കാണാനായിട്ട് നല്ല രീതിയിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിരുന്നു. മുകളിൽ ഫുഡ് കോർട്ടിലായിരുന്നു ബാച്ചിലേഴ്സിൻ്റെ കുക്കിംഗ് കോമ്പറ്റീഷനും ബാക്കി പരിപാടികളൊക്കെ നടന്നിരുന്നത്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്ത് ഡിഷിലൊക്കെ റെഡിയാക്കി നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും കുക്ക് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. നല്ല രീതിയിൽ എല്ലാവരും കുക്ക് ചെയ്ത് ഡിഷിലൊക്കെ റെഡിയാക്കുന്നുണ്ട്. ഈ ഒരു കോമ്പറ്റീഷൻ ഫെസ്റ്റ് ഇനാഗുറേറ്റ് ചെയ്തത് നമ്മുടെ ഫിറോസ് കെയാണ്. അപ്പോൾ ഫിറോസ് കെ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മുടെ സെലിബ്രിറ്റി യൂട്യൂബറാണ്. അപ്പോൾ അദ്ദേഹം സ്പെഷ്യൽ ഗസ്റ്റ് ആയിരുന്നു അവിടെ. അദ്ദേഹമാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. നല്ല രസകരമായ പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, കുറേ നമ്മുടെ സ്ത്രീകൾ പല വിഭവങ്ങൾ ഉണ്ടാക്കാൻ അറിയുന്ന സ്ത്രീകൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ ഒരു സമയമില്ല, നേരെ ആർക്കും കാണിക്കും വേണം. അപ്പോൾ ലുലു അതിന് വലിയൊരു അവസരമാണ് എനിക്ക് കൊടുക്കുന്നത്. നല്ല അടിപൊളി വെറൈറ്റി ഫുഡുകളായിരുന്നില്ല, ഞാൻ പോലും കാണാത്ത ഫുഡുകളായിരുന്നില്ല നമ്മുടെ ലുലുവിൽ ദുബായിലേക്ക് ഇവിടെ നമ്മൾ ഇറങ്ങിയിട്ടില്ല, നമ്മൾ എറണാകുളം പോകും. അപ്പോൾ എന്തായാലും വലിയൊരു നന്ദി ലുലുവിൽ അറിയിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമുകൾ പങ്കെടുത്തതിൽ വലിയ ഒരു സന്തോഷമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ദൈവം കുറേ ആളുകളുടെ കാണാനായിട്ട് വന്നിട്ടാണ് നമുക്ക് സമാധാനം കാണാം. ഓക്കെ, പരിപാടി കഴിഞ്ഞ് എല്ലാം ടേസ്റ്റ് പോകുന്നതിലേക്ക് പോകാൻ പാടും. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ അതിനുശേഷം അവിടെ ചെറിയ ചെറിയ ഫണ്ണി ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടസ്റ്റൻസ് എല്ലാം ഫുഡൊക്കെ റെഡിയാക്കി നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരുന്നു. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് അവർ പ്രസൻറ്റ് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ ഫുഡ് ടേസ്റ്റ് ചെയ്ത് വിന്നേഴ്സിൻ്റെ പ്രഖ്യാപിക്കുന്ന ടൈമായി. അപ്പോൾ നമ്മുടെ സെലിബ്രിറ്റി ഷെഫുമാരെല്ലാവരും വന്ന് ടേസ്റ്റ് ചെയ്തു. Coconut rice, number 11. The third prize goes to number 11. This is for crab masala coconut rice. Hi. Joseph ആണ് നമ്മുടെ winner. Third prize കിട്ടിയത് ജോസഫിനാണ്. This is Mr. Joseph. Second prize winner, who will walk away with 3,000 dirhams worth voucher from Lulu, goes to number 13. Number 13. He made a wonderful keema and rice pulao. കീമയും റൈസ് പുലാവ് ഉണ്ടാക്കിയതാണ് ഇതിന് സമ്മാനം ലഭിച്ചിരുന്നത്. 3000 dirhams ആണ് ലഭിച്ചിരുന്ന സമ്മാനം. Nancy is the winner. Come on, huge round of applause for Nancy. Everyone. This is the winner, Nancy, who's got 3,000 dirhams. He's the second prize winner of Lulu World Food. All are waiting first prize. First prize ഏതെന്നുള്ള ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ ഒരു നമ്പർ പറഞ്ഞോ. 12 15 ഇവിടെ കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്തുള്ള നമ്പറാണ്. The first prize winner 17 is number 17. He
feta and tuna salad. Okay. Tuna salad is very healthy. Okay. And whole medamus. Whole medamus undakiya vyakthiyana. What's your name, sir? What's your name? Ashraf. Ashraf is the winner. He'll win 5,000 dirhams worth voucher from Lulu. All courtesy Lulu World Food. Okay, now let's all take a picture with the first prize winner. Congratulations all. Okay. പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഫിറോസ്ക്ക് ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമുക്ക് കുറച്ച് നേരം സംസാരിക്കാനുള്ളൊരു സമയമൊക്കെ കിട്ടിയായിരുന്നു. ഹലോ ഹലോ അവിടെ നിൽക്കുന്നില്ല കുറെ പഠിക്കാനുണ്ട് ഇവിടെ ടെക്നോളജി. പിന്നെ ഓൺലൈനിൽ ആളുകൾ എപ്പോഴും ഇരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഒരു സമയമുണ്ട്. സമയം അപ്പൊ ആളുകൾ ഏത് സമയത്താണ് ഓൺലൈനിൽ ഇരിക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് നമ്മുടെ ഫേസ്ബുക്കിൽ അതൊക്കെ നമ്മൾ ആക്ടിവിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാം. റീച്ച് ഉണ്ടാവില്ല. അപ്പോ എന്നെ ഏകദേശം ആളുകൾക്ക് അറിയും. ഇതൊരു ഫുഡ് വ്ളോഗ് ചെയ്യുന്ന ആളാണ്. അതെ. അപ്പൊ എന്നെ വെയിറ്റ് കുറഞ്ഞാൽ ഞാൻ ലുലുവില് ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. അബുദാബി, ദുബായ്, അലൈൻ ഈ 3 സ്ഥലങ്ങളിലാണ് നമ്മൾ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. 2 കഴിയുന്നുണ്ട്. അപ്പൊ 3ാമത്തെ സ്ഥലം നാളേക്കാണ് പോകുന്നത്. അപ്പൊ ചേച്ചി നമ്മളെ കണ്ടപ്പോ എന്തായാലും വീഡിയോ വേണമെന്ന് പറഞ്ഞു ചേച്ചിക്ക്. അശ്വതീസ് കിച്ചൺ ആൻഡ് റെസിപ്പീസ് എന്നാണ് ചാനലിന്റെ പേര്. അപ്പൊ ചേച്ചി ചെയ്യുന്ന വ്ളോഗൊക്കെ നല്ല വ്ളോഗിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. നല്ല ചെയ്ത ആളുകൾ സപ്പോർട്ട് ചെയ്യാം. നല്ല കണ്ടന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. നല്ല റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുക, ആളുകൾക്ക് കൃത്യമായിട്ട് അതിനെ പ്രസന്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ നമ്മളെ ഫോളോ ചെയ്യും. അവർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യും. അപ്പൊ ഓക്കെ, എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാം. അപ്പോ നമ്മൾക്ക് വീണ്ടും കാണാം. സത്യത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഫിറോസ്ക്ക് ഇതുപോലെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ശരിക്കും അവിടെ ചെന്നൊരു ഫോട്ടോ എടുക്കാൻ മാത്രമാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഫിറോസ്ക്ക് കണ്ട് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളടുത്ത് വന്നു. ഈ ഒരു ചാനലിനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് സംസാരിക്കാം, നമുക്കൊരു വീഡിയോ എടുക്കാം എന്നൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിട്ട്, നല്ല ഹാപ്പി ആയിട്ട്, സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു. കാരണം ഇത്രയും വ്യൂവേഴ്സല്ല, അല്ലെങ്കിൽ അത്രയും സെലിബ്രിറ്റി ആയ ഒരു യൂട്യൂബറിനെ നമുക്ക് കാണുന്നത് തന്നെ ഞങ്ങളെപ്പോലെയല്ല, എന്നെപ്പോലെയുടെ തുടക്കക്കാർക്ക് ഭയങ്കര ഒരു കാര്യമാണ്. ശരിക്കും ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു യൂട്യൂബറിനെ കാണാൻ പറ്റിയാലും കാര്യങ്ങളൊക്കെ പറയാനും ഒക്കെ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. കാരണം എന്നെപ്പോലെയുള്ള തുടക്കക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുന്നത് വളരെ ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാനും കരുതുന്നത്. അപ്പോൾ ഇക്കയും നല്ല ഫ്രണ്ട്ലി ആയിട്ട്, നല്ല സപ്പോർട്ടീവായിട്ട് തന്നെയാണ് സംസാരിച്ചത്. ഞങ്ങളുടെ ചാനലിന് വേണ്ടിയിട്ടൊക്കെ സംസാരിച്ചത് നല്ല ഹാപ്പി ആയിട്ട്, നല്ല സപ്പോർട്ടീവായിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് പുതിയ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.